സ്ത്രീ വിദ്യാഭ്യാസത്തിന് ശ്രീലക്ഷ്മിബായി നൽകിയ പിന്തുണയുടെ ഉദാഹരണം ചിലപ്പോൾ അവർ ഏർപ്പെടുത്തിയ ലളിതവും അസാധാരണവുമായ ഒരു പ്രോത്സാഹന രീതിയായിരിക്കും. രാജ്യത്തിന് പുറത്ത് ഉപരിപഠനം നടത്താൻ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയെങ്കിലും സേതുലക്ഷ്മിബായിയുടെ ഭരണത്തിന് കീഴിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിനുണ്ടായ അമിത വർധന നീക്കിവെപ്പ് തുകയെ കടത്തിവെട്ടുന്ന ആവശ്യങ്ങൾ സൃഷ്ടിച്ചു. മനസ്സിനേൽക്കുന്ന മുറിവുകൾക്കുള്ള ഔഷധമാണ് വായന എന്ന് പറയാറുണ്ട്. ജൂൺ 19 വായനാ ദിനം കടന്നു വരുമ്പോൾ ഇതാ ജീവിതത്തിന്റെ സായം സന്ധ്യയെ വായന കൊണ്ട് മനോഹരമാക്കുന്ന രണ്ട് ദമ്പതികളെ നമുക്ക് പരിചയം. ഈ ദമ്പതികളാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ. ജീവിതത്തിന്റെ സായം സന്ധ്യയെ എങ്ങനെ മനോഹരമാക്കാം എന്നാണ് ഇവരുടെ പത്രവായനയും അതുപോലെ തന്നെ പുസ്തക വായനയൊക്കെ സൂചിപ്പിക്കുന്നത്. 4.5 പതിറ്റാണ്ട് മുമ്പ് സ്ഥാപിതമായ തച്ചമ്പാറ ദേശീയ ഗ്രന്ഥശാലയാണ് ഇവർക്ക് പലപ്പോഴും അവലംബമാകുന്നത്. ധാരാളം പുസ്തകങ്ങൾ ഇവർ വായിക്കുന്നുണ്ട്. നിരവധി മലയാള സാഹിത്യത്തിലെ തന്നെ നിരവധി വായനയെക്കുറിച്ചും അല്ലെങ്കിൽ എഴുത്തുകാരെക്കുറിച്ചും ഈ അമ്മയ്ക്ക് വളരെ മനഃപ്പാടമാണ്. പിന്നെ എല്ലാം വായിച്ചിട്ടുണ്ട്. കയറ് വായിച്ചിട്ടുണ്ട്, തകഴിയുടെ പുസ്തകങ്ങൾ എല്ലാം ഓർമ്മ, ചെമ്മീനും കയറി ഓർമ്മയുള്ളൂ. പിന്നെ ബെന്യാമിന്റെ ആടുജീവിതം വായിച്ചിട്ടുണ്ട്. കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പോയില്ല. അല്ല, പുസ്തകം വായിച്ച പോലെ ആയിരിക്കില്ല, എന്നാലും പക്ഷെ വായിക്കുന്ന സുഖം. ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ വായന ഒരു ഹരമായിട്ട് എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ യാത്രാ വിവരണങ്ങൾ, അതുപോലെ MTയുടെ ഒക്കെ നോവലുകൾ ഒക്കെയാണ് കൂടുതലായിട്ടും വായിക്കുന്നത്. വായിച്ച് തീരുമ്പോൾ ഞാനത് കൊണ്ടുപോയി ലൈബ്രറിയിൽ വെച്ച് പുതിയ പുസ്തകങ്ങൾ എത്തിച്ചു. പുതിയ കാലഘട്ടത്തിൽ വായനക്കാരെ കുറഞ്ഞു വരുന്നു. അവിടെയാണ് ലാൽചേട്ടൻ്റെയും ഇവരുടെയൊക്കെ തന്നെ ആദ്യകാലം മുതൽ ലൈബ്രറി തുടങ്ങിയ 80 മുതൽ ആ സ്ഥിരം അവർ നേരിട്ട് വന്നിട്ടല്ലെങ്കിൽ ആരെങ്കിലും വിട്ട് പുസ്തകം കൊടുത്തയക്കും. കുറേ കാലം ആദ്യത്തെ 4-5 വർഷം ഞാനാണ് ലൈബ്രറിയനായിട്ട് ഇരുന്നിരുന്നത്. ഇപ്പോൾ എൻ്റെ സെക്രട്ടറിയാണ്. ആ സമയത്തും അത് ഇപ്പോഴും ഒരുപക്ഷെ അന്ന് മുതൽ ഇന്നും സ്ഥിരമായി പുസ്തകം എടുത്ത് വായിക്കുന്ന ഒരു കുടുംബമാണ് ലാൽചേട്ടൻ്റെത്. പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ, പിന്നെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അതും ലൈബ്രറിയിൽ നിന്ന് തന്നെ എടുത്ത് വായിച്ചിട്ടുണ്ട്. അതിപ്പോ എന്തിൻ്റെ നമുക്ക് അറിവ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പല ഇതിൽ വരുമല്ലോ. അതിൻ്റെ ഒക്കെ കട്ടിങ് എടുത്ത് വെച്ചിട്ട് ചെറുകഥകളുണ്ട്, ഇംഗ്ലീഷ് കഥകളുണ്ട്. മനോരമ കിട്ടിയ കാലം തുടങ്ങി വായിക്കാൻ തുടങ്ങിയതാ. വായനയില്ലല്ലോ. അല്ല, എന്റെ പേരക്കുട്ടി വായിക്കും. അവളാണ് എനിക്ക് ഗന്ധസിംഹാസനമൊക്കെ വായിക്കുന്നത്. അവൾ ഇടയ്ക്കൊക്കെ വായിക്കും. ഇംഗ്ലീഷാണെന്നേ ഉള്ളൂ, മലയാള പരിവർത്തനം അവളാണ് വായിക്കുന്നത്. വായന മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞിപ്പോ ആ ഇതൊന്നും അറിയില്ല. ഇപ്പൊ ഉള്ളതെല്ലാം ആത്മീയം. ോനി കളങ്കമോനിൻ ആങ്കി പൊളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ.